സംസ്ഥാന സർക്കാർ നവകേരള സർവേയും CM വിത്ത് മീ പരിപാടിയും തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ KM ഷാജഹാനാണ് പരാതി നൽകിയത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, എന്താണ് ആ പരാതിയിൽ കൃത്യമായി പറയുന്നത്? ഹഷ്മി, ഈ നവകേരള സർവേ CPM ആസൂത്രണം ചെയ്ത പദ്ധതിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറത്തിറക്കിയതിനു ശേഷമാണ് മന്ത്രിസഭ അതിന് ആ പരിപാടിക്ക് അംഗീകാരം നൽകുന്നത്. അതിൽ രണ്ട് പാർട്ടി അനുഭാവികൾക്കൊപ്പം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഈ വീടുകൾ കയറി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രവർത്തനങ്ങൾ എത്തിക്കണമെന്നും അത്തരത്തിൽ ജനങ്ങളോട് സംവദിക്കണമെന്നാണ് ആ പദ്ധതിയുടെ രൂപരേഖ. അത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. കാരണം അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പൂർണ്ണ ലംഘനമാണെന്ന് അഭിഭാഷകനായ KM ഷാജഹാൻ പറയുന്നു. മറ്റൊന്ന് CM വിത്ത് മീ പരിപാടിയാണ്. അതും സമാനമാണ്. അത് ജനങ്ങളുമായി സംവദിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിപാടിയാണ്. അതിലും തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ ജീവനക്കാർ ആ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ജനങ്ങളുമായി സംവദിക്കുന്നത് അധികവും സർക്കാർ ജീവനക്കാരാണ്. ഈ രണ്ട് പരിപാടികളും തിരഞ്ഞെടുപ്പ് കാലത്ത് തുടർന്നുകൊണ്ട് പോകുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് അഭിഭാഷകനായ KM ഷാജഹാൻ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ രണ്ട് പരിപാടികളും നിർത്തിവെക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം പരാതി നൽകിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് KM ഷാജഹാൻ വ്യക്തമാക്കുന്നത്. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.